ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലത്തെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. നമുക്ക് 7-ാം അധ്യായം സ്തെഫാനോസിൻ്റെ ഒരു പ്രസംഗമാണ്. ഈ പ്രസംഗം തന്നെ കൊല്ലുവാൻ വേണ്ടി പിടിച്ച ഒരു കൂട്ടം ജനത്തിൻ്റെ മുമ്പാകെ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, ആ വാഗ്ദത്തം ദൈവം നിവർത്തീകരിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തൻ കൂടി നിന്ന ജനത്തെ ബോധ്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശം. യഥാർത്ഥമായും സ്തെഫാനോസ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തീകരിച്ചു. എന്നാൽ അതുപോലെ തന്നെ ആണ് നമ്മുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമായ മശിക, അത് യേശുവായിരുന്നു. ആ യേശുവെന്ന മശികയിൽ നാം വിശ്വസിക്കണമായിരുന്നു. ആ യേശുവിനെ നമ്മൾ അംഗീകരിക്കണമായിരുന്നു. ആ യേശുവിലൂടെ ആയിരുന്നു നമുക്ക് ദൈവം വെച്ചിരുന്ന വിടുതൽ. എന്നാൽ ആ വാഗ്ദത്തത്തെ നിങ്ങൾ തിരസ്കരിച്ചു, ആ വാഗ്ദത്തത്തെ നിങ്ങൾ അംഗീകരിച്ചില്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ന്യായപ്രമാണത്തെ ആധികാരികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും സദൂക്യരുടെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണത്തെ ആധികാരികമായി സ്തെഫാനോസ് ഇവിടെ വ്യാഖ്യാനിക്കുക. അവിടെ സ്തെഫാനോസ് പറയുന്നത് അബ്രഹാമിനോട് ദൈവം കനാൻ എന്ന വാഗ്ദത്തം കൊടുത്തു, സന്തതി എന്ന വാഗ്ദത്തം കൊടുത്തു. എന്നാൽ അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തിൽ നിൽക്കാൻ കഴിയാതെ അവർ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ മിസ്രൈമിൽ ചില കാലം നിന്നുവെങ്കിലും ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം താമസിക്കും. എന്നാൽ ഞാൻ അവരെ വീണ്ടും മടക്കി നിന്നോട് വാഗ്ദാനം ചെയ്ത, നിന്നോട് ഉടമ്പടി ചെയ്ത ആ കനാനിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നൊരു വാഗ്ദത്തം അബ്രഹാമിന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാലമെടുത്തപ്പോൾ അപ്പോൾ ഇസ്രായേൽ ജനം ഇപ്പോൾ മിസ്രൈമിൽ അടിമകളായി, വർഷങ്ങളായി കഴിയുകയാണ്. സ്തെഫാനോസ് പറയുകയാണ്, അബ്രഹാമിനോട് ചെറുളി ചെയ്ത വാഗ്ദത്ത കാലം, ആ കാലമെടുക്കുമ്പോൾ സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ് നമ്മളിവിടെ ഈ പകൽക്കാലം ധ്യാനത്തിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ നാം എക്കാലത്തും അറിയേണ്ടത്, ദൈവജനത്തോട്, ദൈവസഭയോട്, ദേശത്തോട് ദൈവത്തിന് ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം അറിയിക്കുന്നത് ചില വ്യക്തികളോടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാനോട് ദൈവം വരും കാലത്തേക്ക് നടക്കുവാനുള്ള ദൂത് പത്മോസിൽ വെച്ച് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് യോഹന്നാന് കൈമാറുകയാണ്. ഹല്ലേലൂയ. യിരെമ്യാവ് പ്രവാസത്തിലേക്ക് ജനം പോകുന്നുവെന്ന് കണ്ട് ഭാരത്തിൽ കരഞ്ഞപ്പോൾ, വേദനപ്പെട്ടപ്പോൾ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, പ്രവാസം എന്നുള്ളത് മാറ്റുവാനായി കഴിയുന്നില്ല. കാരണം അവർ ചെയ്ത പാപത്തിൻ്റെ കുറ്റമാണത് സംഭവിച്ചത്. എന്നാൽ ആ പ്രവാസം 70 വർഷമേ ഉള്ളൂ. 70 വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജനത്തെ മടക്കി സ്ഥലത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം പറയുന്നത് ചില വ്യക്തികളോടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്ന, ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം എക്കാലത്തും
തൻ്റെ മനസ്സിലുള്ള ആലോചനകൾ കൈമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, അബ്രഹാമിനോട് ദൈവം തൻ്റെ ആലോചന കൈമാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്കിനോട് തൻ്റെ ആലോചന കൈമാറുന്നുണ്ട്. ദാവീദിനോട് തൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന കൈമാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേലിനോട്, ദാനിയേലിനോട്, ഇങ്ങനെ തുടങ്ങി അനേക ഭക്തന്മാരോട് ദൈവത്തിൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ആരൊക്കെ തയ്യാറായോ അവരുടെ കയ്യിലേക്കെല്ലാം ദൈവം തൻ്റെ ആലോചന കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വാഗ്ദത്തത്തിനൊരു കാലമുണ്ട്, വാഗ്ദത്തത്തിനൊരു സമയമുണ്ട്. അത് ദൈവം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന ചിലർക്ക് കൈമാറും. പ്രൈസ് ദി ലോർഡ്. അത് ഈ പകൽക്കാലം തിരിച്ചറിയണം. ഹബക്കൂക്ക് പ്രവചനത്തിൽ അതിനോട് ചേർത്ത് പറയുമ്പോൾ വാക്ക് ഹബക്കൂക്ക് 2:3 ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അപ്പോൾ ദർശനത്തിന് എക്കാലത്തും ഒരു അവധിയുണ്ട്, ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അത് ബന്ധപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം സത്യമാ, അത് നടക്കും. പ്രൈസ് ദി ലോർഡ്. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അപ്പൊ നോക്കണം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആലോചന അത് പൂർത്തീകരിക്കുവാൻ സമയമാകുന്നു. നോക്കണം, ഹബക്കൂക്ക് പറയുകയാണ് പ്രൈസ് ദി ലോർഡ് ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കണം, അതിനൊരു ടൈമുണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ 1-2 ആളുകളെ കൂടെ ഞാൻ ഇതിനകത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ജോസഫിന് ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സ്വപ്നം സാക്ഷാത്കരണത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ എല്ലാം എതിരായി വരുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് 13 വർഷത്തോളം എടുത്തു താൻ കണ്ട സ്വപ്നം ഹല്ലേലൂയ യാഥാർത്ഥ്യത്തിലേക്ക് വരുവാൻ. അതുപോലെ അബ്രഹാമിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു, ഒരു തലമുറയെ നിനക്ക് തരും. പക്ഷേ 75-ാമത്തെ വർഷമാണ് വാഗ്ദത്തം കിട്ടിയത്. 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു ആ തലമുറയെ തൻ്റെ കയ്യിൽ കാണുവാൻ തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ മോശ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ താൻ തൻ്റെ ശക്തി കൊണ്ട് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആഗ്രഹം നടക്കാതെ പോകുന്നു. വീണ്ടും 40 വർഷം കൂടി താൻ കാത്തിരിക്കേണ്ടി വന്നു ഇസ്രായേലിനെ ഹല്ലേലൂയ ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ മറിയയോട് ദൂതൻ പറഞ്ഞ ദൂതുകൾ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ എല്ലാം സാക്ഷാത്കരണങ്ങൾ നമ്മൾ കാണുന്നത് 30 വയസ്സിന് ശേഷമാണ്. എന്ന് വെച്ചാൽ താൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ആ 30 വർഷവും അപ്പന്മാരുടെ ആ ആ ആ അധികാരത്തിന് കീഴിൽ, അല്ലെങ്കിൽ യഹൂദ പ്രമാണത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ താൻ കഴിഞ്ഞു. എന്നാൽ 30 വയസ്സ് കഴിയുമ്പോഴാണ് താൻ ആ ശുശ്രൂഷ, അല്ലെങ്കിൽ തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി താൻ എന്തിനു വന്നു അത് തുടങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ സ്നാനത്തിൻ്റെ ഹല്ലേലൂയ ശേഷം 30-ാമത്തെ വയസ്സിലാണെന്ന് കാണുവാനിടയായിത്തീരുന്നുണ്ട്. ആ 30 വർഷവും താനൊരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാ സിസ്റ്റത്തിൻ്റെയും കീഴിൽ താൻ വർക്ക് ചെയ്യുകയായിരുന്നു. ദാവീദിനെ നമുക്കറിയാം. ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഏതാണ്ട് 15 വർഷത്തോളം താൻ ആ ദാവീദിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്വത്തിലേക്ക് എത്തുവാൻ വേണ്ടി താൻ കാത്തിരുന്നു. ആ അഭിഷേകം ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ താൻ രാജാവായി തീർന്നില്ല. അഭിഷേകത്തിന് ശേഷമായി ഹല്ലേലൂയ തന്നോട് പറഞ്ഞ വാഗ്ദത്തം, അല്ലെ, ഹെബ്രോനിലെ രാജാവായി തീരുന്നത് നീണ്ട വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം. അപ്പോൾ ഇന്ന് നാം അറിയേണ്ട ഒരു മേഖല, വാഗ്ദത്തത്തിന് പ്രൈസ് ദി ലോർഡ് ഒരു കാലമുണ്ട്, ദർശനത്തിന് ഒരവധിയുണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ. ആ ഒരു തിരിച്ചറിവ് ഒന്നാമതായി നമുക്ക് വരിക. രണ്ടാമത്തെ തിരിച്ചറിവ് വരേണ്ടത് പ്രൈസ് ദി ലോർഡ് ദൈവം തൻ്റെ ഭക്തന്മാരോട്, പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട് ഹല്ലേലൂയ സ്തോത്രം ആ കാലഘട്ടത്തെക്കുറിച്ച് പറയും. ഹല്ലേലൂയ. നോക്കണം, ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന്
പ്രവാസത്തിന്റെ സമയം 70 വർഷമെന്ന് ഗ്രഹിച്ചുവെന്ന്. താൻ പ്രാർത്ഥിക്കുമ്പോഴത്തെ വചനം ധ്യാനിക്കുമ്പോഴാണ് തനിക്കത് ലഭിച്ചത്. അപ്പോൾ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് ആ സമയം ബോധ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടം അടുക്കുമ്പോൾ, ആ വാഗ്ദത്ത നിവർത്തീകരണ കാലഘട്ടം എടുക്കുമ്പോൾ സിസ്റ്റം കംപ്ലീറ്റായി ഡിഫർ ആകും, വ്യത്യസ്തമായി മാറും. ഇവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം വാഗ്ദത്തത്തിന്റെ കാലം അടുത്തപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. അപ്പൊ നോക്കണം, ആ കാലഘട്ടം അടുക്കുമ്പോൾ ഒരു വർധനവ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട്. എന്നാൽ ആ വർധനവ് പോസിറ്റീവായി കാണുമ്പോൾ നെഗറ്റീവായ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നെഗറ്റീവായ ഒത്തിരി കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് എഴുന്നേറ്റു. എന്ന് വെച്ചാൽ ജോസഫ് ഈ മിസ്രൈമിന്റെ ജനം മുഴുവൻ പട്ടിണി കിടന്ന് ചാകേണ്ടതാണ്. ആ ക്ഷാമത്തിന്റെ കാലഘട്ടത്തെ മിസ്രൈം അതിജീവിച്ചത് ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത വ്യക്തി നിമിത്തമാണ്. അവന്റെ നന്മ, അല്ലെങ്കിൽ ഇന്നും മിസ്രൈമിലെ തലമുറ നിലനിൽക്കുന്നത്, മിസ്രൈമിലെ ഫറവോൻ നിലനിൽക്കുന്നതെല്ലാം ജോസഫിന്റെ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ജോസഫ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാപിച്ച ദർശനം പ്രൈസ് ദി ലോർഡ് ഫറവോന്റെ ഹല്ലേലൂയ തലമുറയ്ക്ക് നിലനിൽക്കുവാനിടയായി തീർന്നു. അതെല്ലാം മറന്നുപോകുന്ന ഒരു ജനം അവിടെ എഴുന്നേറ്റു. ഹല്ലേലൂയ സ്തോത്രം. അതെല്ലാം പറന്നുപോയ ഒരു രാജാവ്, ഒരു ഹല്ലേലൂയ രാജാവ് മിസ്രൈമിൽ എഴുന്നേൽക്കുന്നു. രണ്ടാമതായിട്ട് സ്തോത്രം അവിടെ നമ്മൾ കാണുന്നത് ആ തലമുറയെ, എന്ന് വെച്ചാൽ അവിടെ ജനിച്ച തലമുറയെ നൈൽ നദിയിൽ കൊണ്ടിടുന്ന ഒരു നിയമം അവിടെ കൊണ്ടുവന്നു. നോക്ക്, വാഗ്ദത്തത്തിന്റെ കാലം എടുക്കുമ്പോൾ തലമുറയെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തലമുറയെ കൊല്ലുവാനൊരു നിയമം ഇവിടെ വരുന്നു. അവിടെ അടുത്ത് നമ്മൾ പിന്നെ വായിക്കുന്നത് പ്രൈസ് ലോർഡ്, പിതാക്കന്മാരെ പീഡിപ്പിച്ചു. നമുക്കറിയാം സ്തോത്രം, അവർ ഇഷ്ടിക ചുടുന്ന ജോലിയായിരുന്നവർക്കുണ്ടായിരുന്ന, അതിന് പിന്നീട് വന്ന് വൈക്കോൽ കൊടുക്കാതെയായി. അങ്ങനെ പീഡകൾ വർദ്ധിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്നത് സ്തോത്രം, ആ കാലത്ത് മോശ ജനിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ചരിത്രമെല്ലാം നമുക്ക് മനസ്സിലാകും. അപ്പൊ നോക്കണം, വാഗ്ദത്തത്തിന്റെ കാലത്ത് സ്തോത്രം ഹല്ലേലൂയ പീഡകൾ വർദ്ധിക്കുന്നു, തലമുറകളെ കൊല്ലുവാനുള്ള നിയമം വരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെ തന്നെ ചില ദൈവപ്രവൃത്തിയും വെളിപ്പെടുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ജനം വർദ്ധിക്കുന്നു. രണ്ട്, വീണ്ടെടുക്കുവാനുള്ള വ്യക്തി ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. ആ വേദനയുടെ, ആ പ്രശ്നത്തിന്റെ കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട ഒരു മേഖലയുണ്ട്. ഒന്ന്, വാഗ്ദത്തത്തിനൊരു കാലമുണ്ട്. രണ്ട്, ആ കാലം ഹല്ലേലൂയ ദൈവഭക്തന്മാരെ ദൈവം അറിയിക്കുന്നു. മൂന്നാമത്തെ മേഖല സ്തോത്രം, ആ കാലം വാഗ്ദത്തത്തിന്റെ കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്രതിസന്ധി കൂടും, പക്ഷെ ദൈവപ്രവൃത്തി അതിൻ്റെ ഇടയിൽ ശക്തമായി നടക്കും. ഒന്ന്, ജനം വർദ്ധിക്കുന്നു. രണ്ട്, വീണ്ടെടുപ്പിനുള്ള വ്യക്തി ആ കാലഘട്ടത്തിൽ ജനിക്കുന്നു. നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ചും നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കണം ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ സ്തോത്രം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ആവലോടെ കാത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. നോക്കണം, ആ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്കും പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ കാണുന്നത് സ്തോത്രം വളരെ ഹല്ലേലൂയ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. എൻ്റയർലി ഡിഫറൻ്റ്. പ്രശ്നങ്ങൾ കൂടുന്നു, ഭക്തന്മാർ കുറയുന്നു. സ്തോത്രം, എങ്ങും നമ്മൾ നോക്കുമ്പോൾ അന്യായങ്ങൾ, ദ്രോഹങ്ങൾ, ഹല്ലേലൂയ കൊലപാതകങ്ങൾ എല്ലാം എതിരായി കാണുന്നു. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഹല്ലേലൂയ എല്ലാം എതിരായി കാണുമ്പോൾ, എല്ലാം എതിരായി നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നു. ദൈവമക്കളെ സ്തോത്രം, വാഗ്ദത്തത്തിന്റെ കാലമെടുക്കുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അരുളി ചെയ്ത വാഗ്ദത്തത്തിന്റെ കാലമെടുക്കുമ്പോൾ എല്ലാം എതിരായി തോന്നും. ഹല്ലേലൂയ സ്തോത്രം. ജോസഫ് കണ്ടത് അനുഗ്രഹിക്കപ്പെട്ട സ്വപ്നം, പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ അതിനെതിരായിട്ടുള്ളത്.
മോശ ദൈവത്തിന്റെ വീണ്ടെടുപ്പുകാരനായി ജനിച്ചത്. പക്ഷേ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചത് 80 വർഷത്തോളം, സ്തോത്രം, ഹല്ലേലൂയ, ആദ്യത്തെ 40 വർഷം പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സുഖകരമെന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥ സുഖകരമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ എങ്കിൽ അടുത്ത 40 വർഷം ഏതാണ്ട് താൻ വളരെ കഷ്ടതയിലൂടെ പോകാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ വാഗ്ദത്തം പ്രാപിച്ചവരൊക്കെ അത് നേടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാഗ്ദത്തം, ഹല്ലേലൂയ, സ്തോത്രം, ആ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അനേക പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ദാവീദിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം, സ്തോത്രം, തൻ്റെ തലയിൽ അഭിഷേകം വീണ കാലം തൊട്ട് താൻ സിംഹാസനത്തിൽ വരുന്ന കാലം വരെ സ്വഭവനത്തിൽ പോലും താമസിക്കാൻ കഴിയാതെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവൻ പറയുന്ന ഒരു കാട്ടുകോഴിയെ പോലെ താനായിരുന്നു എന്ന്. എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, സ്വന്തം നാട്ടിലോ വീട്ടിലോ ഒന്നും കിടക്കുവാൻ, താമസിക്കുവാൻ കഴിയാതെ ഗുഹയെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, ഓടി നടന്ന ഒരു കാലഘട്ടം. പ്രൈസ് ലോർഡ്. നാം അറിയണം, വാഗ്ദത്തത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, നിവർത്തീകരണ കാലമെന്നുള്ളത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ കൂടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ആ കാലഘട്ടം പൂർത്തീകരിക്കുമ്പോൾ പ്രൈസ് ജനം വർദ്ധിച്ച് പെരുകുന്നു. 2, വാഗ്ദത്തത്തിന്റെ, ഹല്ലേലൂയ, നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള വീണ്ടെടുപ്പുകാരനായ മോശ ആ കാലഘട്ടത്തിൽ ജനിക്കുന്നു. പ്രൈസ് ലോർഡ്. മാത്രമല്ല, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന വാഗ്ദത്തമാണ്. നമുക്കറിയാം, മോശയിലൂടെ ആ ജനത്തെ ആ അടിമത്തത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് പറയുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്, ചില വാഗ്ദത്തങ്ങളുണ്ട് കർത്താവേ, ഹല്ലേലൂയ. അത് ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ദേശത്തോട്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഈ സമൂഹത്തോട് ഒക്കെ ഉണ്ട് കർത്താവേ. അത് പ്രാപിക്കുമ്പോൾ, അത് കർത്താവേ, അതിൻ്റെ കാലഘട്ടം എടുക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരെ അത് തിരിച്ചറിയിക്കുന്നല്ലോ. മാത്രമല്ല കർത്താവേ, അത്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അതിൻ്റെ കാലഘട്ടം അടുക്കുമ്പോൾ, അതിൻ്റെ പൂർത്തീകരണം അടുക്കുമ്പോൾ പ്രതിസന്ധികളും കൂടുന്നല്ലോ, വേദനകൾ കൂടുന്നല്ലോ, ഭാരം കൂടുന്നല്ലോ. എന്നാൽ അതിൻ്റെ ഇടയിൽ കർത്താവ് ജനത്തെ വർദ്ധിപ്പിക്കുകയും, കർത്താവ് അതിൻ്റെ ഇടയിൽ വാഗ്ദത്തത്തിൻ്റെ, ഹല്ലേലൂയ, പൂർത്തീകരണത്തിൻ്റെ കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധ്യാനിക്കുവാനിടയായി തീർന്നല്ലോ കർത്താവേ. അതേ കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ, ഹല്ലേലൂയ, ദൈവീയ ആലോചനകളെ ലഭിച്ചിട്ട്, ദൈവീയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ട് കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, അതിന് നേരെ വിപരീതമായി കാര്യങ്ങൾ പോകുന്ന ആരെങ്കിലും ഒരാൾ ഇത് വചനം കേൾക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, ഈ വചനം വെച്ച് അവരെ ഉറപ്പിക്കണമേ. ഈ വചനം അവർക്ക് ധൈര്യമാകണമേ. ഈ വചനം അവരുടെ ജീവിതത്തിൽ കർത്താവെ മുൻപോട്ട് പോകാനുള്ള, ഹല്ലേലൂയ, ഊർജം പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.